റിയാദിൽ നടന്ന സ്പോർട്സ് ലോകകപ്പ് സമാപിച്ചു. സൗദി ക്ലബ്ബായ ടീം ഫാൽക്കനാണ് ചാമ്പ്യന്മാർ. ജേതാക്കൾക്ക് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ട്രോഫി സമ്മാനിച്ചു. കഴിഞ്ഞ 8 ആഴ്ചകളിലായി റിയാദിലാണ് സ്പോർട്സ് ലോകകപ്പ് നടന്നത്. മത്സരത്തിൽ സൗദി ക്ലബ്ബായ ടീം ഫാൽക്കൻസ് ജേതാക്കളായി. കഴിഞ്ഞ ദിവസം നടന്ന സമാപന ചടങ്ങിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ജേതാക്കൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. 12 മത്സരങ്ങളിൽ നിന്നായി 5665 പോയിന്റുകൾ നേടിയ ടീം ഫാൽക്കൻസ് $7 മില്യൺ പ്രൈസ് മണിയും നേടി. കോൾ ഓഫ് ഡ്യൂട്ടി, വാർസോൺ, ഫ്രീ ഫയർ തുടങ്ങിയവയിൽ ഫാൽക്കൺ 1ാം സ്ഥാനം നേടി. $60 മില്യൺ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുകയുമായി നടന്ന ആദ്യത്തെ സ്പോർട്സ് ലോകകപ്പ് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. 500ഓളം ടീമുകളിലായി 1500-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ടൂർണമെന്റ് സ്പോർട്സ് മേഖലയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഈവന്റായി മാറി. സ്പോർട്സ് രംഗത്തെ സുപ്രധാന നാഴികക്കല്ലായി ടൂർണമെന്റ് മാറിയെന്നാണ് വിലയിരുത്തൽ. 20 ലക്ഷത്തോളം പേർ മത്സരങ്ങൾക്ക് സാക്ഷിയായി. 32ഓളം വിനോദ സാംസ്കാരിക പരിപാടികളും ലോകകപ്പിനോടനുബന്ധിച്ച് നടന്നു. എല്ലാ വർഷവും സ്പോർട്സ് ലോകകപ്പിന് സൗദി വേദിയാകുമെന്നാണ് റിപ്പോർട്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.